നീ എന്തൊന്നും പറയാത്തെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പോൾ എൻ്റെ കൂടെ നീ സന്തോഷത്തിലാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. നിന്റെ അടുത്ത് എനിക്ക് ഇത്രയും അവകാശം വരുമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല വിക്കി. നിനക്ക് ചിലപ്പോ അതൊരു ചെറിയ കാര്യമായിരിക്കും, പക്ഷെ എന്നെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യം വിക്കി. നമ്മൾ രണ്ടുപേരും ദൂരത്തിലായിരിക്കും, പക്ഷെ മനസ്സുകൊണ്ട് ഞാൻ എപ്പോഴും വിക്കിയുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കുന്ന മനസ്സിലാക്കണം. ഇതെല്ലാം എന്റെ ജീവിതത്തില് വളരെ അമൂല്യമായ നിമിഷങ്ങളാണ് വിക്കി. ഞാനെന്തോ ഒരുപാട് ദൂരത്തിലാണെന്ന് വിചാരിച്ചു, പക്ഷെ നീ എന്നെ അകലാൻ അനുവദിക്കുന്നില്ല. സത്യം പറയുമ്പോൾ നമ്മൾ പ്രണയിക്കുമ്പോൾ എത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് ഇരട്ടിയായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. എല്ലാം മറന്നിട്ട് പഴയതുപോലെ തന്നെ ജീവിക്കാൻ എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നീ വാശി പിടിച്ച് എന്നിൽ നിന്ന് ആ വിഷയം മറച്ചു വെച്ചതാണ് എനിക്ക് ഇപ്പോഴും ദേഷ്യം വരുന്നത്. എന്തായാലും സാരമില്ല, ദേഷ്യം സ്നേഹത്തേക്കാൾ വലുതൊന്നുമല്ലല്ലോ. എൻ്റെ ഈഗോ മാറ്റിവെച്ച് നിന്നെ വീണ്ടും സ്നേഹിക്കാൻ എനിക്കൊരു പ്രശ്നമില്ല. ഒരേ ഒരു തവണ എന്റെ മുഖത്ത് നോക്കി എന്നെ ഇഷ്ടമല്ലെന്ന് മാത്രം ചോദിച്ചാൽ മതി. എല്ലാം മറന്ന് നിന്നെ എടുത്ത് ഞാൻ ചിലപ്പോൾ തുള്ളി ചാടുമായിരിക്കും. ഞാൻ എന്റെ അവസ്ഥ കൊണ്ട് എന്തെങ്കിലും കള്ളം പറഞ്ഞു കാണും, പക്ഷെ അതുകൊണ്ട് എന്നോട് അകലൊന്നും തോന്നരുത് വിക്കി. ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് വലിയ തെറ്റ് തന്നെയാണെന്ന് എനിക്കറിയാം. അത് കഴിഞ്ഞിട്ട് ഇത്രയും സമയമായില്ലേ, എന്നിട്ടും എനിക്ക് അങ്ങനെ ചോദിക്കാനുള്ള മനസ്സ് വരുന്നില്ല. അതുകൊണ്ട് വിക്കി എന്നോട് ഒരു തവണ എന്നോട് ദേഷ്യത്തിലായാലും കുഴപ്പമില്ല, എന്റെ കൂടെ തിരിച്ച് വീട്ടിലേക്ക് വന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഇതുവരെ നടന്നതെല്ലാം മറന്ന് നിന്റെ കൂടെ ഞാൻ വീട്ടിലേക്ക് ഓടി വരും. ദൈവത്തിന്റെ അനുഗ്രഹം എന്നും നിന്റെ കൂടെ തന്നെ ഉണ്ട്. എന്റെ കള്ളച്ചെറുക്കൻ വലിയ ദേഷ്യക്കാരനാണെന്നുള്ളത് ശരി തന്നെയാ, പക്ഷെ എന്നോട് വലിയ സ്നേഹമാണ് കാണിക്കുന്നത്. അവനില്ലാതെ ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഞാൻ എത്രയൊക്കെ ദേഷ്യപ്പെട്ട് ശല്യപ്പെടുത്തിയാലും എന്നോട് നല്ല സ്നേഹം തന്നെയാ. എന്നെ ഇപ്പൊ തലയിൽ വെച്ചോണ്ടാ നടക്കുന്നത്. എന്നെ എപ്പോഴും കാണാൻ വേണ്ടി കൂടുതലും എന്റെ കൂടെ തന്നെയാ നടക്കുന്നത്. ഇപ്പൊ എനിക്കാണോ അവനോട് സ്നേഹക്കുറവെന്നാ എന്റെ സംശയം. എന്തൊക്കെയായാലും അവൻ എന്നോട് കാണിക്കുന്ന സ്നേഹം പോലെ ലോകത്ത് ആർക്കും ആരെയും സ്നേഹിക്കാൻ പറ്റില്ല. ഇത്രയും നല്ലൊരു പയ്യനായിരുന്നല്ലോ അവൻ. പുറത്ത് കാണാൻ കുറച്ചൊക്കെ ടഫാണെങ്കിലും അവന്റെ മനസ്സിൽ നിറയെ എല്ലാവരോടുള്ള സ്നേഹം മാത്രം. ഞാനിപ്പോ വിചാരിച്ചതേ ഉള്ളൂ 100 വർഷം ആയുസുണ്ട്. എല്ലാരും വലിയ ബിസിയാന്ന് തോന്നുന്നു. പുറത്തൊന്നും ആരും കാണുന്നില്ല. നിന്റെ അടുത്ത് വരാൻ ഇതിലും നല്ലൊരു അവസരം വേറെ കിട്ടില്ല. എന്താ നീ എന്നെ പറ്റിയല്ലേ ആലോചിച്ചോണ്ടിരുന്നേ? ഏയ് അല്ല, ഹോർലിക്സും പാലും കൂടെ മിക്സ് ചെയ്ത് അതിൽ പഞ്ചസാര ഇട്ട കൂടുതൽ സ്വീറ്റ് ആവില്ലേ, അതെന്തായിരിക്കും എന്നാ ഞാൻ ആലോചിച്ചോണ്ടിരുന്നേ. ഐ ആം സോറി. ഇങ്ങനെയുള്ള ഓരോ പൊട്ടത്തരങ്ങൾ നീ വിളിച്ചു പറയുമെന്ന് അറിഞ്ഞിട്ടും ഞാൻ ആ ചോദ്യം നിന്നോട് ചോദിച്ചില്ലേ? തെറ്റെന്റെ അടുത്ത. ശരി വിട്ടേക്ക്, എനിക്ക് കുറച്ച് അത്യാവശ്യമുണ്ട്, ഞാൻ പോയി. ഓയ് ഒന്നെ എങ്ങോട്ടാ? അത് എന്റെ സാരിയുടെ പ്ലേറ്റ്സ് കുറച്ച് ശരിയാക്കാനുണ്ട്, ഞാനൊന്ന് ശരിയാക്കിയിട്ട് വരാം. ഞാനില്ലേ ഇവിടെ? നീയോ?
ശരിയായോ? ആക്ച്വലി ഈ ഫ്ലീറ്റ് പിടിക്കുന്നതൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഇറ്റ്സ് വെരി കോംപ്ലിക്കേറ്റഡ്. എനിക്കിത് എങ്ങനെ ചെയ്യാന്നൊന്നും അറിയില്ല. ഉം. കുറച്ചുകൂടി ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. എന്താണെന്നറിയോ, എല്ലാവർക്കും ഒരു സർപ്രൈസ് കൊടുക്കാനുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞ് പുറത്തേക്ക് വാ. ഏയ് അമൂല്യ, അമൂല്യ അരമണിക്കൂർ ഒന്ന് കഴിഞ്ഞ് പുറത്തേക്ക് വാ. അമൂല്യ, ഞാൻ പറയുന്നത് കേട്ടിട്ട് പോ. അരമണിക്കൂർ കഴിഞ്ഞ് പുറത്തേക്ക് വാ. ഈ സാരി നിനക്ക് നന്നായി ചേരുന്നുണ്ടെന്ന് പറയാൻ വന്നതായിരുന്നു. പക്ഷെ അപ്പോഴേക്ക് ഓടിപ്പോയി. What you gonna do it now? Don't you know? വീട്ടിലുള്ളവർക്കെല്ലാം ഇതൊരു സർപ്രൈസ് ആണ്. എന്നിട്ട് എല്ലാവരും വന്ന് കണ്ടിട്ട് നീ ഇതറിഞ്ഞിട്ട് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിച്ച് എന്റെ പുറകെ വരും. അപ്പോ എന്റെ ദൈവമേ, ഞാൻ എന്ത് ചെയ്യും? അപ്പൊ ഇനി എവിടെ ആര് ചെണ്ട കൊട്ടിയാലും അടിയെല്ലാം ആരാർക്ക് തന്നെയാണല്ലോ. എത്ര അത്ഭുതമായിരിക്കുന്നു. ഇതെല്ലാം കൂടി ആലോചിച്ചിട്ട് ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ എന്റെ തലയിലായല്ലോ. ഇവരുടെയൊക്കെ മനസ്സ് എപ്പ മാറുമോ എന്തോ ദൈവമേ. എന്തൊരു കഷ്ടമായത്. ഈ ഗ്യാപ്പിൽ ഇവരുടെ ഗോളിനെ കൂടെ കുറേ ഉണ്ടായിരുന്നുള്ളൂ. എടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്റെ ഒരു വർഷത്തെ സാലറി നാളെ തന്നെ കട്ട് ചെയ്ത് കളയുമല്ലോ. എന്ത് ചെയ്യാനാ, എന്റെ കർമ്മദോഷം. ഹലോ മേഡം, പറയേ. എടാ സുമേഷേ, ഡു യു ഹാവ് പ്രൊഫഷണലിസം? എനിക്ക് ഇസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജേർണലിസം മാത്രമേ അറിയൂ. ഇതേതാ പുതിയ വാക്ക്, പ്രൊഫഷണലിസം? ഗുഡ് ഈവനിങ് മേഡം. വുഡ് യു ലൈക്ക് ടു ഹാവ് സംതിങ്? വാട്ട് നോൺസെൻസ് സുമേഷേ, നീ എന്തൊക്കെയാ സംസാരിക്കുന്നത്? തെറ്റാണോ പറഞ്ഞത് മേഡം? ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം. സത്യം പറഞ്ഞ ഞാൻ ഇംഗ്ലീഷിൽ കുറച്ച് വീക്കാ. ആരെങ്കിലും ഓഫീസിലേക്ക് വന്നാ സമയം നോക്കി വിഷ് ചെയ്യാനും വുഡ് യു ലൈക്ക് ടു ഹാവ് സംതിങ് എന്ന് ചോദിക്കാനും അല്ലാതെ എനിക്ക് വേറൊന്നും അറിയില്ല. എനിക്ക് ഇംഗ്ലീഷിലുള്ള ലോങ് സെന്റൻസുകളൊക്കെ കേട്ടാൽ ഒന്നും മനസ്സിലാവില്ല മേഡം. നീ വേദാന്തിന്റെ PA ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നെ ഇറിറ്റേറ്റ് ആവുക. അവൻ എന്ത് കണ്ടിട്ടാണോ നിന്നെ അപ്പോയിന്റ് ചെയ്തത്? അല്ല, ഇതൊക്കെ ചോദിക്കാൻ ഞാൻ എന്താ ഓഫീസിലേക്കാണോ വന്നത്? അതെ അതെ. അയ്യോ അല്ല അല്ല, ഇല്ല ഇല്ല മേഡം, ഇല്ല. അത് പിന്നെ എന്താണെന്ന് വെച്ചാ മേഡം എന്തോ ഒരു ഇസം എന്ന് പറഞ്ഞില്ലേ, അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞേ. പമ്പര വിധി, നിന്നോടൊക്കെ വന്ന് ഹെൽപ്പ് ചോദിച്ച് എന്നെ വേണം പറയാൻ. എന്റെ തലവിധി. ഞാൻ നിന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തോന്നാ എനിക്കറിയേണ്ടത്. അല്ല സുമേഷേ, നീ എന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊന്ന് വിളിച്ചു പറയാൻ ഒരു കോള് വിളിക്കാനുള്ള കോമൺ സെൻസ് പോലും നിനക്കില്ലേ? മേഡം, മേഡത്തെ കോൾ ചെയ്യാതിരിക്കാനേ ഞാൻ മറന്നുള്ളൂ. പക്ഷെ നിങ്ങളെ ഏൽപ്പിച്ച ജോലി ചെയ്യാതിരിക്കാൻ ഞാൻ മറന്നില്ല. മേഡം പറഞ്ഞത് ബോസിന്റെ അമൂല്യയുടെ മേൽ എന്റെ ഒരു കണ്ണുണ്ടാവണമെന്നല്ലേ? പക്ഷെ ഞാനോ എന്റെ 2 കണ്ണും അവരുടെ മേൽ തന്നെയാ വെച്ചിരിക്കുന്നേ. ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അപ്പൊ തന്നെ മേഡത്തിനെ വിളിക്കുമായിരുന്നില്ലേ? അറിയുഷു, അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ അരുതാത്ത കാര്യങ്ങളൊന്നും നടന്നിട്ടില്ലല്ലോ. അത് നടന്നിട്ട് ഒരുപാട് നാള് കഴിഞ്ഞു. ഇത് ഞാൻ എങ്ങനെ പറഞ്ഞു കൊടുക്കും? സുമേഷേ, അവിടെ നെറ്റ്വർക്ക് കിട്ടുന്നില്ലേ? ഞാൻ പറയുന്ന വല്ല നീ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് മേഡം. എന്ന് വെച്ചാ അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒന്നും നടന്നിട്ടില്ലെന്നല്ലേ? യഥാർത്ഥ സ്നേഹത്തിന് വേണ്ടി എനിക്ക് കള്ളം പറയേണ്ടി വരുന്നുണ്ട്. ദൈവമേ, എന്നോട് ക്ഷമിക്കണേ. ഇല്ല മേഡം, അവർ തമ്മിൽ അങ്ങനെ ഒന്നും തന്നെയില്ല. പ്ലീസ് എന്നെ വിശ്വസിക്കൂ, എന്നെ വിശ്വസിക്കൂ, എന്നെ വിശ്വസിക്കൂ. ഓക്കെ, ഓൾറൈറ്റ്. ആദ്യം നീ ഒന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ നോക്ക്. അവിടെ ആരെങ്കിലും നിന്ന് നിന്നെ കാണുന്നുണ്ടെങ്കിൽ കാണുമ്പോ തന്നെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും.
പിന്നെ എന്റെ പ്ലാനുകളൊക്കെ പൊളിയും. അതൊന്നും നീ മറ്റുള്ളവരെ അറിയിച്ചു കൊടുക്കാൻ നിൽക്കരുത്. ഇനി നീ അവിടെ എന്തെങ്കിലും കണ്ടാൽ തന്നെ പെട്ടെന്ന് തന്നെ എന്നെ വിളിച്ചറിയിക്കണം. മനസ്സിലായോ? മനസ്സിലായി മാഡം, മനസ്സിലായി. ഒരുപക്ഷെ എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ തന്നെ ആ കാര്യം നീ എന്നെ വിളിച്ച് പറയാതിരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നിന്നെ ഞാൻ ജീവനോടെ മണ്ണിൽ കുഴിച്ചു മൂടിയിരിക്കും. ഇങ്ങനെ ഒരു മുൾക്കിരീടം കിട്ടുന്നതിൽ നല്ലത് എങ്ങനെയെങ്കിലും ഒരു റോക്കറ്റ് കിട്ടി വല്ല മാർസിലേക്കും പോകുന്നതായിരിക്കും നല്ലത്. അയ്യോ, സുമേഷ് അങ്കിൾ എന്താ ഇവിടെ തന്നെ നിൽക്കുന്നേ? ആഘോഷം തുടങ്ങണ്ടേന്ന് ചോദിക്കാനാ വന്നേ. നോക്ക് മോളെ, എനിക്ക് പ്രായം വളരെ കുറവാ. പോരാത്തിന് ഞാൻ ബാച്ചിലറാ. അതുകൊണ്ട് എന്നെ ഇങ്ങനെ അങ്കിൾ 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 എന്നൊന്നും വിളിക്കരുത്. അങ്കിൾ, നിങ്ങൾ ബാച്ചിലർ ആയിരിക്കും, പക്ഷെ എന്നെക്കാൾ ഒരുപാട് മൂത്തതല്ലേ, അതുകൊണ്ടാണ് ഞാൻ അങ്കിൾ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ഭയങ്കര ഫണ്ണിയാ. ശരി ശരി, പടക്കൊക്കെ വാങ്ങിയില്ലേ? അയ്യോ, അവിടെ നിൽക്ക്, ഞാൻ പറയട്ടെ. എന്താ പറ്റിയ? ആരതിയെ നമ്മൾ തിരിച്ചു കൊണ്ടുപോകാൻ ഒരു തീരുമാനം എടുത്ത കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ ഇല്ലയോ? അവരല്ലേ വരുന്നേ? വന്നോ നിങ്ങള്? വരൂ. ഹലോ ബ്രദർ, നിന്റെ ഫാം ഹൗസ് സൂപ്പറാ. അതെന്താ ആദ്യ? എന്റെ ഫാം ഹൗസ് ഒന്നോ? ഇത് നമ്മുടെ ഫാം ഹൗസ് അല്ലേ? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇത് നിന്റെ വെഡിങ് ഗിഫ്റ്റ് ആണെന്ന് ചേട്ടൻ ആദ്യമേ പറഞ്ഞതല്ലേ, അതുകൊണ്ടാ പറഞ്ഞത്. ഞാനൊരു കാര്യം മറന്നു. വിക്കിയുടെ അച്ഛൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ആരതി എപ്പോഴാ തിരിച്ച് വീട്ടിലേക്ക് വരുന്നെന്നും ചോദിച്ചിട്ട്. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ മിണ്ടാത്തെ? ഞാൻ നിങ്ങളോടാ ചോദിച്ചേ. അച്ഛൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അച്ഛനോട് എല്ലാ കാര്യം പറഞ്ഞതുമാണല്ലോ. ചേട്ടൻ അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട. നീ ഒരു ബുദ്ധിമതി തന്നെയാ. ആരൊക്കെ എന്തൊക്കെ പറയുന്നു മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ഉത്തരമൊക്കെ പഠിച്ചു വെച്ചിരിക്കുക അവള്. ആദ്യ, റൗഡി കൊച്ചു എന്തോ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതെന്താണെന്നറിയോ? ഇല്ല വിക്കി ചേട്ടാ, അറിയില്ല. എല്ലാവരും സമയമാകുമ്പോ വിളിക്കാന്നാ പറഞ്ഞ, വേറൊന്നും പറഞ്ഞില്ല. കറക്റ്റാ. അവളുടെ സർപ്രൈസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യമായിട്ടുണ്ടാവും. ഞാൻ പോയി നോക്കിട്ട് വരാം. നിങ്ങളുടെ ബുദ്ധി എന്താ ഇങ്ങനെയായത്? അതിനിപ്പോ ഞാനെന്താ ചെയ്തേ? അല്ല സിദ്ധാർത്ഥ്, ആ സമയത്ത് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണിത്. അല്ല, അതിന് വേണ്ടാത്ത എന്തെങ്കിലും ഞാൻ ചോദിച്ചോ? പാച്ചപ്പ് ആവുന്നതിന് മുമ്പ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം നടക്കോ? നീ ചോദിച്ച സ്ഥിതിക്ക് പാച്ചപ്പ് ആവുന്നതിന് മുമ്പ് അത് ബ്രേക്കപ്പ് ആവുന്ന തോന്നുന്നേ, അത് ആലോചിക്കണ്ടേ? അല്ല, നാട്ടുകാർക്ക് മുഴുവൻ അറിയാവുന്ന ഒരു കാര്യം ചോദിക്കുന്നതുകൊണ്ട് എന്താ എത്ര വലിയ തെറ്റ്? നീ ഇങ്ങനെ ചുറ്റി വലിഞ്ഞ് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി മാറ്ററിൽ എത്തുമ്പോഴേക്കും അവര് പാച്ചപ്പ് ആവുന്നുള്ള കാര്യം ഉറപ്പാ. അപ്പൊ നമുക്ക് 5 പിള്ളേരും ഉണ്ടാവും, അവരൊക്കെ സ്കൂളിലും പോയി കാണും. ഇല്ല, നമുക്ക് വയസ്സായി കാണും. ഇവനോട് എന്ത് പറയാനാ? എന്ന് വെച്ചാ എന്താർത്ഥം? ഇവിടെ നിന്ന് പോയി തരൂ. വേണ്ട, ഇതിലും നല്ലത് അത് തന്നെ. ഇറങ്ങി പോയേക്കാം.